UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അങ്ങേക്ക് ഈ സർക്കാരിന്റെ ഭാഗമാകാൻ ഒരു ആഗ്രഹമുണ്ട്? ഇനിയില്ല. യെസ്, അതിന് സമയം കഴിഞ്ഞു. ആണോ? ഇറ്റ് ഈസ് ഓവർ. അത് ഈ ഡൽഹിയിൽ പോയി നിന്നാൽ അവസാനത്തെ ഒരു 72 മണിക്കൂർ അങ്ങയുടെ മനസ്സിനെ പരുവപ്പെടുത്തിയതാണോ? അത് ഒന്നുമല്ല. അതിനു മുമ്പ് തന്നെ അങ്ങേക്ക് അറിയാമായിരുന്നു? എനിക്ക് എൻ്റെ സഹപ്രവർത്തകന്മാരുടെ ഒരു ഇതില്ലേ, എന്നോടുള്ള പെരുമാറ്റങ്ങളും എന്നോട് കാണിച്ച ബന്ധങ്ങളും അതിൻ്റെ അകത്ത് മടുത്തിട്ടാണ് വേണ്ടെന്ന് വെച്ചു. പക്ഷെ അപ്പോഴും കണ്ണൂരിന് അങ്ങേ വേണം, കണ്ണൂരിലെ പ്രവർത്തകർക്ക് അങ്ങ് വേണം. അതങ്ങനെ വരട്ടെ എന്നിപ്പോൾ ആലോചിക്കുക. ഇപ്പോൾ എന്തായാലും അങ്ങ് അതിനെക്കുറിച്ച് ആലോചിക്കില്ല. ഇല്ല. പക്ഷേ പാർട്ടിക്ക് വിഷമമുണ്ടാക്കുന്ന ഒന്നും അങ്ങ് ചെയ്യില്ല. ഒന്നും ചെയ്യില്ല. പാർട്ടിക്കൊപ്പം തന്നെ നിൽക്കും. ഉറപ്പ് 100%. 100 സീറ്റ് UDF നേടിക്കൊടുക്കുന്ന ഒരു നേതാവായിരിക്കുമെന്ന് സാധ്യമാവുന്ന ആ കാര്യത്തിൽ ഞാൻ പാർട്ടിയോടൊപ്പം 100% നിൽക്കും. പക്ഷെ 100% വിളയിച്ചെടുക്കാൻ ഞാനില്ല. ആ വിളവെടുക്കാനില്ല. ഇല്ല. അതായത് വിത്ത് വാങ്ങാൻ ഞാനുണ്ട്, പക്ഷേ ഞാൻ വിളയെടുക്കാനുള്ള അവകാശവാദിക്കില്ല. എന്നെ നിങ്ങൾ വിട്ടേക്കും അല്ലേ? എന്നെ നിങ്ങൾ മുഖ്യമന്ത്രിയായിട്ടും കാണണ്ട, ആഭ്യന്തരമന്ത്രിയായിട്ടും കാണണ്ട. അത് അവസാനിപ്പിച്ചു അല്ലേ? അങ്ങനെ ഒരു ഭയം അങ്ങയെ കുറിച്ച് ആർക്കും വേണ്ട. ഒരു വല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഉറച്ച തീരുമാനമാണത്. ഉറച്ച തീരുമാനം അല്ലേ? അപ്പൊ അതിനകത്ത്